sure you feel the vibes. നമ്മള് ഇനി എന്താ നോക്കാൻ പോണത്? സ്ലാഷ് കമാൻഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലാഷ് കമാൻഡ്സ്, പിന്നെ നമുക്ക് കുറച്ച് UI എലമെന്റ്സ് നോക്കാം. അതായത് ബട്ടൺ, പിന്നെ മൊഡാല്, പിന്നെ ഡ്രോപ്പ് ഡൗൺ, അങ്ങനത്തെ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് വെബ് ഹുക്സ് ഒന്ന് നോക്കാം അല്ലേ. ഈ 3 ടോപ്പിക്സ് നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്ലാഷ് കമാൻഡ്സ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ സ്ലാഷ് കമാൻഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇന്നലെ കുറേ ഇവൻറ്റ്സും കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ നമ്മൾ ഓരോ മെസ്സേജ് അയക്കുന്ന ഇവൻ്റ് അല്ലെങ്കിൽ ഒരു യൂസർ ചെയ്യുന്ന ഒരു ആക്ഷന് റെസ്പെക്റ്റീവായിട്ടൊരു ട്രിഗറും കാര്യങ്ങളും നമുക്ക് കിട്ടി അതിൻ്റെ ഒരു ഫങ്ഷൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു യൂസർ അങ്ങോട്ടൊരു ഇൻപുട്ട് കൊടുക്കണ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലാഷ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലാഷ് കമാൻഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് മെസ്സേജിൽ തന്നെ വേണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്തിട്ട്, ഇപ്പോൾ മെസ്സേജ് സ്റ്റാർട്ട് വിത്ത് ഇന്ന ക്യാരക്ടർ ആണെങ്കിൽ അത് ഇന്ന ഫംഗ്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന വേർഡ് ആണെങ്കിൽ അത് ഇത് ചെയ്യാന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതൊരു നല്ല വേ അല്ല. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസ് കുറവാണ്. കാരണം യൂസർ എപ്പോഴും എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും യൂസറിന് അറിയണമെന്നില്ല. ചിലപ്പോൾ സ്പെല്ലിങ് മാറി ടൈപ്പ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ സ്ലാഷ് കമാൻഡ് ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാഷ് എന്നുള്ളൊരു സംഭവം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സജഷൻ പോലെ വരും. പിന്നെ അതിനകത്ത് തന്നെ ആർഗ്യുമെൻറ്റ്സ് വേണോ വേണ്ടയോ, അതോ ലൈക്ക് ഒരു പക്ക മാനേജ്ഡ് സംഭവമാണ് സ്ലാഷ് കമാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്ലാഷ് കമാൻഡ്സ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആർക്കൊക്കെയാണ് അതിലേക്ക് ആക്സസ് ഉള്ളതെന്നുള്ള രീതിയിൽ പെർമിഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചാനൽസിൻ്റെ പെർമിഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇനി അതൊന്ന് കാണിക്കുമോ? ഒരു സ്ലാഷ് കമാൻഡ് വേണ്ടിയിട്ട് നമ്മൾ ട്രീ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യും. ഓക്കെ. ഈ ഒരു സിൻഡെക്സിൻ്റെ അകത്ത് നമുക്ക് ഒരു എന്തൊരു ഡിസൈഡ് ആയിട്ട് പേര് കൊടുക്കാം, സ്ലാഷിന് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുത്താൽ ആ സ്ലാഷ് ഉള്ളതിന് പകരം പിങ് ഒന്ന് കൊടുത്തോ. എന്നിട്ട് ഇൻട്രാക്ഷൻ. ഓക്കെ, ആ ഇൻട്രാക്ഷനകത്താണ് നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ. നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് ആയിട്ട് പോകുന്നുണ്ട്. മെസ്സേജ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ബോട്ട് റെഡി ആകുമ്പം ഈ സ്ലാഷ് കമാൻഡ്സ് ഒക്കെ സിങ്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഓൾറെഡി എന്നുള്ള ഓൾറെഡി ഉള്ള ഇവന്റിൽ ഇതായിട്ട് സിങ്ക് ചെയ്താലാണ് നമ്മൾ ഈ കമാൻഡ്സ് എല്ലാം നമ്മുടെ ഡിസ്കോഡ് സെർവറിലോട്ട് വിസിബിൾ ആണ്. ഓക്കെ. സ്റ്റോപ്പ് ചെയ്തില്ല. യെസ്, പോകുന്നുണ്ട്. ഇനി ഒരു കാര്യം കാണിക്കും. ആ സെറ്റിങ്സിൽ പോയിട്ട് ഈ കമാൻഡിന്റെ പെർമിഷൻ വിസിബിലിറ്റി ഒക്കെ എങ്ങനെ മാറ്റാന്നുണ്ടെന്ന് കാണിക്കുക. ഇവിടെ സെർവർ സെറ്റിങ്സിൽ നമ്മളെ മൊത്തം കമാൻഡ്സ്, ഈ ബോട്ടിന്റെ കമാൻഡ്സ് എല്ലാം അവിടെ കാണാൻ പറ്റും. അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് ഏതൊക്കെ മെമ്പേഴ്സിന് എനിക്കിതിപ്പോ ഷെയ്ൻ ആയതിന്റെ മാത്രം റോള് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യാത്തോണ്ടാണ് വരാത്തല്ലേ. പിന്നെ ചാനൽ ഏതെങ്കിലും ഫിസിക്കൽ ചാനലിൽ മാത്രം ഈ സ്ലാഷ് കമാൻഡ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചാനലിൽ മാത്രം മതിയോ എന്നുള്ളതും ഏതെങ്കിലും ചാനലിൽ ബാൻ ചെയ്യണമല്ലോ, അതിൽ പറ്റൂല എന്നുള്ള പോലെ റോളും ചാനൽ മെമ്പർ ഈ 3 ലെവലിൽ നമുക്ക് ഇതിന്റെ ആക്സസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആക്സസ് ഇല്ലാത്തവർക്കാണെങ്കിൽ സജഷനിൽ പോലും കാണിക്കുന്നില്ല. ഓക്കെ. ഇനി ഇപ്പോൾ ഇതിന്റെ കൂടെ ഇൻട്രാക്ഷൻ അത് അയച്ചു. നമുക്കിത് ഇതിപ്പം പബ്ലിക്കലി വിസിബിൾ ആണല്ലോ. ഈ ഒരു സ്ലാഷ് കമാൻഡ് റൺ ചെയ്തിപ്പോൾ സെർവറിലുള്ള ബാക്കി എല്ലാ മെമ്പേഴ്സിനും കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് മാത്രം കാണാൻ എൻ്റെ റെസ്പോൺസ് വിചാരിക്കും. അതായത് ഇപ്പോൾ പബ്ലിക്കലി എല്ലാവർക്കും പോകുന്ന കാണണ്ട, എനിക്ക് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഇതിന്റെ കൂടെ വേറെ പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്യണം. എഫെമറൽ.
ME അല്ലേ? ephemeral equal to true. ഇനി ഓട്ടോ ഡിലീറ്റും കൂടെ കേട്ടോ. ഒറ്റ ഇതിൽ പറയാം. ഡിലീറ്റ് ആഫ്റ്റർ ഈക്വൽ ടു 2 സെക്കൻഡ് കേട്ടോ. അപ്പോൾ ഡിലീറ്റ് ആഫ്റ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഒരു മെസ്സേജ് ഡിലീറ്റ് ആയി പോകാൻ വേണ്ടിയിട്ടാണ്. എന്തോ പ്രശ്നമുണ്ട്, സ്പെല്ലിങ് തെറ്റാണ്. അന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാണ്. ഈ ആണല്ലേ, നമ്മൾ എഴുതുന്നത്. ഇല്ല, ഇവിടെ എം ഇല്ല, എംഫെമറൽ എന്നാണ് എഴുതിയത്. അത് ഡിലീറ്റ് ആകാൻ ചെയ്യും. അപ്പോൾ ഓൺലി യു ക്യാൻ സീ ദിസ് മെസ്സേജ് കാണുമ്പോൾ എനിക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ, വേറെ അക്കൗണ്ടിനൊന്നും ആ റെസ്പോൺസ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി നമുക്കിപ്പോൾ ഇതേപോലെ എംബഡ്സ് ആക്കാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഇതേതാ എക്സ്റ്റൻഷൻ? ഇതാണ് ഈ discord.py കോഡ് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ. ഓ, അത് വെച്ചിട്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരുപാട് സാധനം നമുക്കിങ്ങനെ കോഗിന്റെ സ്ട്രക്ചർ ആണെങ്കിലും ഇവന്റിനാണെങ്കിലും താഴെ കാണിക്കാനാണോ? ടൈമിന്റെ ടൈപ്പ് പാസ് ഉണ്ട്. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഈ എംബഡ് നമുക്ക് എഫെമറൽ ആയിട്ട് ഇട്ടൂടെ? പറ്റൂല. പിന്നെ ഇമേജ് ആഡ് ചെയ്യാം. എംബഡില് തംബ്നെയിലായിട്ട് ആഡ് ചെയ്യാം, അല്ലാതെ ബാനർ ഇമേജ് പോലെ അങ്ങനെ ആഡ് ചെയ്യാം. അത് രണ്ടും എങ്ങനെയാ ചെയ്യാം? നമുക്ക് ഒരു ഇമേജിന്റെ ലിങ്ക് കോപ്പി ചെയ്തു, ഇമേജ് URL പാരാമീറ്ററിലോട്ട് ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മളെ ഒരു ബാനർ ഇമേജ് പോലെയാണ് ഉണ്ടാവുന്നത് അല്ലേ? ഇത് ബാനർ ഇമേജ് പോലെ തംബ്നെയിൽ ആഡ് ചെയ്യണമെങ്കിൽ സെറ്റ് തംബ്നെയിൽ. ഓക്കെ, ഇനി പിൻ ചെയ്ത് നോക്കുക. വന്നില്ല. അത് ഒന്ന് റീറൺ ചെയ്തിട്ട്
എന്താ പറയുക, ഇമേജ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഒന്ന് അപ്പുറത്ത് പേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിന്റെ പ്രശ്നമാണെന്ന് അറിയാം. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഇമേജ് വന്നില്ലേ? ഇമേജ് നേരത്തെ നമ്മൾ ആ ലിങ്കിന്റെ ഇഷ്യൂ ആയിരുന്നു അല്ലേ? ഓക്കെ, മൊത്തം ഇവിടെ പാട്ടും ഇതൊക്കെയാണ്, മുകളിലെ ഡാൻസ് ക്ലാസ്സും. അവരോട് നമുക്ക് നിർത്താൻ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ എംബഡായി. ഇനി നമുക്കിപ്പോ എംബഡില് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇമേജ് ആഡ് ചെയ്തു, ഇത് ചെയ്തു, ഫൂട്ടർ വെക്കാം, ഫൂട്ടർ വെക്കാം, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ തന്നെ കാണാൻ പറ്റും. ഫീൽഡ് ആയിട്ട് ഓരോ ടെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ലൈക്ക് നമുക്ക് ടൈറ്റിൽ തന്നെ കൊടുക്കണം. താഴെ ഇങ്ങനെ ഒരു ലൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഡിസ്ക്രിപ്ഷൻ പോലെ അങ്ങനെ ആഡ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ തമ്മിൽ സെറ്റ് ചെയ്യാം, ഓതർ, ഫോട്ടർ, ഇമേജ്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് എംബഡായി ഒരു സ്ലാഷ് കമാൻഡ് അതിന് റെസ്പോൺസ് കൊടുത്തു. ഒരു സ്ലാഷ് കമാൻഡിൽ നമുക്ക് ഇങ്ങനെ ആർഗ്യുമെന്റ് എടുക്കാൻ പറ്റുക. ഒരു ആർഗ്യുമെന്റ് എനിക്ക് റിക്വയർഡ് ആയിട്ടും വേണം, ഒരു ആർഗ്യുമെന്റ് ഓപ്ഷണൽ ആയിട്ടും വേണം. നമുക്ക് നെയിം എന്ന് പറയുന്ന സ്ട്രിംഗ് ആർഗ്യുമെന്റ് എടുക്കാം. ഒരു ഓപ്ഷനിലൂടെ കേട്ടോ. എന്നിട്ട് ഏജ് എന്ന് പറയുന്ന ഒരു ഇന്റീജർ ഓപ്ഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു 2 ഇട്ട് കൊടുത്താൽ ഓപ്ഷൻ ഉണ്ടാവില്ല. അത് റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചില സമയത്ത് റീഫ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ സ്ലാഷ് കമാൻഡ്സിൽ അപ്ഡേറ്റ് എടുത്തിയാൽ എപ്പോഴും ആർഗ്യുമെന്റ് വന്നു. നേരത്തെ നെയിം മാൻഡറ്ററി ആണ്. നെയിം കൊടുക്കാൻ കണ്ടുപിടിച്ച ഓപ്ഷനിലാണ് പ്രോംപ്റ്റ് വരും. പിന്നെ ഇത് ഏജ് ഓപ്ഷനിലാണ്. അപ്പൊ വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നന്ന് വരും. അപ്പൊ സ്ലാഷ് കമാൻഡിൽ ബേസിക് ആയിട്ട് ഇത്രയാണ് വേണ്ടത്. ഇനിയിപ്പോ നമ്മൾ ഓരോ കമാൻഡിനനുസരിച്ച് നമുക്ക് വേണ്ട ഫങ്ഷനാലിറ്റീസ് അവിടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് UI എലമെന്റ്സ് നോക്കാം. അതായത് ഇപ്പോ ഒരു ബട്ടൺ, ഒരു മൊഡാല്, ഒരു ഇത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബട്ടൺ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ വേറെ സ്ലാഷ് കമാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നമ്മളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് എഴുതണം. എന്നിട്ട് അതൊരു വ്യൂ ആയിട്ട് വേണം നമ്മൾ ഇമാജിൻ ചെയ്യാൻ. ഇപ്പോൾ നമുക്കൊരു ബട്ടൺ, ടെസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട് വിചാരിക്കുക. എന്നിട്ട് അത് അതിന് അങ്ങോട്ട് സെൻഡ് ചെയ്യാണ് ചെയ്യാം അല്ലേ? സെൻഡ് മെസ്സേജ് വെച്ചിട്ട് തന്നെയാണ് സെൻഡ് ചെയ്യാം. ഇന്ററാക്ഷനിലോട്ട് ഇതിന്റെ അകത്ത് വ്യൂ എന്ന് പറയുന്നൊരു പാരാമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് റെസ്പോൺസ് മെസ്സേജ് ആണോ അതോ റെസ്പോൺസിലോട്ട് സെൻഡ് മെസ്സേജ്? മെസ്സേജ് ഇത് അണ്ടർസ്കോർ ആക്കണ്ടേ? സെൻഡ്. അപ്പൊ നമ്മള് കുറച്ച് കോഡൊന്നും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം അവിടെ ഇരുന്ന് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലോ വിചാരിച്ചാണ്. അപ്പോൾ ആ ഓരോ വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിന്റെ ഒക്കെ സിൻടാക്സ് നമ്മൾ പഠിച്ചെടുക്കണമെന്നില്ല കേട്ടോ. അതൊക്കെ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് അല്ലെങ്കിൽ നോക്കി റെഫർ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒന്ന് ടെസ്റ്റ് ബട്ടൺ, അത് ബട്ടൺ ആണ്. ഓക്കെ, അത് വ്യൂ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ discord.ui.v എന്ന് പറയുന്ന പാരാമീറ്റർ പാസ് ചെയ്യും. പിന്നെ നമ്മളൊരു സെൽഫ് ഡോട്ട് വാല്യൂ എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് എന്താ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ട്രിഗർ ആവേണ്ടത്? എനിക്കിപ്പോൾ ഇവിടെ ബട്ടൺ 1 ക്ലിക്ക് എനിക്ക് ഇവിടെ അടുത്ത UI ഡോട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ അടുത്ത ബട്ടൺ അടുത്ത ബട്ടൺ വരും. ഓക്കെ ഓക്കെ, അപ്പോൾ അതിന് ഓരോ ബട്ടണിന് ഒരു കോൾ ബാക്കും ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അപ്പൊ ആ കോൾ ബാക്കിന്റെ ഉള്ളിലാണ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തുക.
ഓക്കെ, അപ്പൊ അവിടെ എനിക്ക് വേണമെങ്കിൽ വേറൊരു ഫംഗ്ഷനെ വിളിച്ചുകൂടെ? എന്ത് വേണമെങ്കിലും ചെയ്തു. എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കിപ്പോ ഡാറ്റാബേസിലോട്ട് എന്തെങ്കിലും എൻട്രി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ അവിടെ അടുത്തൊരു സ്ലാഷ് കമാൻഡ് ട്രിഗർ ചെയ്യിപ്പിക്കാം. ഓക്കെ. ബട്ടന്റെ ഒരു രണ്ട് ബട്ടൺ 1 ബട്ടൺ 2. ഒരു സെക്കൻഡറി ബട്ടൺ. പ്രൈമറി സെക്കൻഡറി എങ്ങനെ സെറ്റ് ചെയ്ത് കളർ കൊടുത്താൽ? അല്ല, ഇവിടെ നമുക്ക് പ്രൈമറി എന്ന് പറയുന്ന കളർ സ്റ്റൈൽ ഉണ്ട്. നമ്മുടെ ബൂട്ട് സ്ട്രാപ്പ് ഒക്കെ പോലെ ഇവിടെയും കുറച്ചൊരു ഇതുണ്ടല്ലേ? ഇതെന്താണ് ബട്ടൺ ആരെങ്കിലും ബട്ടൺ 1 വാസ് ക്ലിക്ക്ഡ്, ബട്ടൺ 2 വാസ് ക്ലിക്ക്ഡ്. ഓക്കെ. അപ്പോൾ എനിക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടി വരും? ആ മെസ്സേജിന്റെ ഐഡി വല്ലതും വേണ്ടി വരും? ഐഡി സേവ് ചെയ്ത് വെച്ചിട്ട് ആ ഐഡി വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയല്ലേ? ഇനിയിപ്പോ ബട്ടണ് പകരം ഒരു പോപ്പപ്പ് ആക്കാൻ പറ്റും അവിടെ? മൊഡാല വ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വ്യൂ യൂസ് ചെയ്യുന്നത് ഇവിടെ മൊഡാൽ യൂസ് ചെയ്യും. മൊഡാല അപ്പൊ വേറൊരു കമ്പണന്റ് നമ്മള് ടൈറ്റിൽ എന്താണോ എടുക്കുക, എന്താണ് ലേബിൾ വരുന്നത്, അവിടെ ഒരു പ്ലേസ് ഹോൾഡർ എടുക്കാം. പ്ലേസ് ഹോൾഡർ എടുക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മള് കോൾ ബാക്ക് വിളിച്ചത് ഇവിടെ ഓൺ സബ്മിറ്റ് ആണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത്രേ ഉള്ളൂ. ഇവിടെ ബട്ടൺ ആയിട്ട് എന്താ ഡിഫറൻസ് വരുന്നത് വെച്ചാല് ഇവിടെ വ്യൂ അല്ല, ഇതിന് പകരം ഓക്കെ. ശരിയാണ്, അതൊരു മെസ്സേജ് ആയിട്ട് അവിടെ കിടക്കൂലല്ലോ, അതൊരു പോപ്പപ്പ് ആയിട്ട് പൊന്തി വന്ന് പോവും. ഇപ്പൊ നമ്മളിപ്പോ വെബിലൊക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയൊരു ഫീച്ചർ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് വേണമെങ്കിലും അടുത്ത ഫംഗ്ഷനെ വിളിക്കാം. ഡാറ്റാബേസ് ഇൻസേർഷനോ കാര്യങ്ങളോ റിട്രീവലോ എന്ത് കാര്യങ്ങളോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മളെ ഡ്രോപ്പ് ഡൗണും കൂടെ ഒന്ന് കാണിച്ചു. ഡ്രോപ്പ് ഡൗണിൽ എന്താ നമ്മള് നേരത്തെ വ്യൂ യൂസ് ചെയ്തു, മൊഡാൽ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ സെലക്ട് യൂസ് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുന്ന വേണ്ടി സെലക്ട് യൂസ് ചെയ്യാം. പിന്നെ ഇനിറ്റ് ഫംഗ്ഷൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. ഡിസ്ക്രിപ്ഷനും ലേബലും പ്ലേസ് ഹോൾഡർ കൊടുത്തു. മിനിമം വാല്യൂ എന്ന് പറയുന്നത് മിനിമം ഒന്ന് സെലക്ട് ആവണം, മാക്സിമം എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ അതിനർത്ഥം ഒറ്റ ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ മൾട്ടിപ്പിൾ എണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ മാക്സിമം വാല്യൂ കൂട്ടിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. മാക്സിമം വാല്യൂ എനിക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യുന്നുള്ള പോലെ ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ കൗണ്ട് വെച്ച് കൊടുക്കേണ്ടത്. കൗണ്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ കോൾ ബാക്ക് കൊടുക്കുന്നു. ഡ്രോപ്പ് ഡൗണിൽ എന്ത് സെലക്ട് ചെയ്ത റെസ്പോൺസ് വരണം. പിന്നെ ഇത് നമ്മളൊരു സെലക്ട് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിനെ നമ്മൾ വ്യൂ ആയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ. നമ്മളിവിടെ നമ്മൾ ഓൾറെഡി വ്യൂ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ബട്ടണിലൊക്കെ. പക്ഷെ ഇതൊരു വേറൊരു വ്യൂവിന്റെ ക്ലാസ് ഉണ്ടാക്കി അതിലേക്ക് ആഡ് ഐറ്റം വെച്ചിട്ട് ക്ലാസ് ആഡ് ആയിട്ട് ചെയ്തത്. അപ്പൊ ഇതിന് സെൻഡ് മോഡൽ ആവില്ല, അതിന് പകരം നമ്മൾ നേരത്തെ പോലെ സെൻഡ് മെസ്സേജില് വ്യൂ ഈക്വൽ ടു വ്യൂ എന്ന് പറഞ്ഞ് കൊടുക്കണം അല്ലേ? വ്യൂ ഈക്വൽ ടു ഡ്രോപ്പ് ഡൗൺ വ്യൂ. യെസ്. രണ്ട് ഓപ്ഷൻ. അപ്പൊ അതാണ് ആ ഒരു ട്രിഗർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ UI എലമെന്റ്സ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ വേറെ എന്തെങ്കിലും UI എലമെന്റ്സ് ഉണ്ടോ? ഇല്ല ഇത്രേ ഇത്രയല്ലേ? നമുക്ക് വേണമെങ്കിൽ പാരാമീറ്ററൈസ്ഡ് ആക്കാം. ലൈക് പേജിനേഷൻ ഒക്കെ കൊടുത്തിട്ട് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് അത് ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ബട്ടൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ലൈക് ബട്ടൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. പേജിനേഷൻ്റെ രണ്ട് ആരോ മാർക്ക്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോവാം. അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? രണ്ട് ബട്ടൺ വെച്ചിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോ അത് മാറി. ഓക്കെ. ബേസിക്കലി ഈ കമ്പോണൻസ് തന്നെയാണ്, ഇത് വെച്ചിട്ടാണ് ബാക്കി എല്ലാം നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പൊ ഒരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് ആ മെസ്സേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോ അങ്ങനെ മോഡിഫൈ ചെയ്താൽ മതി. അത് കൊള്ളാം. അപ്പൊ പേജിനേഷൻ വരെ സത്യം പറഞ്ഞാൽ അവിടെ പോസിബിൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ പല സാധനങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റിൽ പറയാം, ഡിസ്കോഡ് എന്നൊരു ഭയങ്കര എമർജിങ് സംഭവമാണ്. അപ്പോൾ ഇനി വേറൊരു സംഭവമുണ്ട്. ഇനി നമുക്കിപ്പോൾ വെബ് ഹുക്ക് അല്ലേ അടുത്ത് നമ്മൾ പറഞ്ഞ ടോപ്പിക്. അതിന്റെ മുന്നേ ടാസ്ക് ഗ്രൂപ്പ് എന്നൊരു സംഭവമല്ലേ ഇതിനകത്ത്, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഇത് സിമ്പിൾ അല്ലേ? ഒരു ടാസ്ക് ഗ്രൂപ്പ് തന്നെയല്ലേ അതിന്റെ? അതായത് ഇപ്പൊ നമ്മളെ മ്യൂലറിനകത്തൊക്കെ ആണെങ്കിൽ ലീഡർ ബോർഡൊക്കെ കാണാമല്ലോ, ഓരോ മണിക്കൂർ കൂടുമ്പോൾ അത് റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതേപോലത്തെ ഒരു സംഭവം എങ്ങനെ ചെയ്യാനാണ്? നമുക്കൊരു അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമുക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ, വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക. ടാസ്ക് ഗ്രൂപ്പ് അല്ലേ? സെക്കൻഡ്സ് ഈക്വൽ ടു 5 കൊടുത്തു. അവിടുന്ന് ഒരു അതിനുള്ള എന്തായാലും ഒന്ന് സെൻഡ് ചെയ്തു പ്രിന്റ് ആണ്. ടാസ്ക് ഇമ്പോർട്ട് ചെയ്യണം. പ്രിന്റ് അവിടെ മെസ്സേജ് തന്നെ ഇത് വരുമോ? ആ പ്രിന്റ് യൂസ് ചെയ്യണ്ട, അത് ഡിഫോൾട്ട് ഫങ്ഷൻ അല്ലേ നമ്മുടെ? അവിടെ ഒരു സെൻഡ് മെസ്സേജ് കൊടുത്തോ ഒരു ചാനലിലോട്ട്? നമ്മൾ മുകളിൽ ഇല്ലേ ആ കോഡൊക്കെ പോയല്ലേ? and equal to get channel and channel to send loop. Okay, അത് വർക്കാവാൻ നോക്കാം. ഇതിനെ സ്റ്റാർട്ട് ചെയ്യണ്ട ഈ ടാസ്ക് ലൂപ്പിനെ. ഇങ്ങനെ ചെയ്യണ്ടേ? ഡോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത് ഓൺറെഡിലല്ല വേറെ എന്തെങ്കിലും ഒരു കമാൻഡ് റൺ സ്ലാഷ് കമാൻഡിന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ സ്റ്റാർട്ടിനെ വിളിച്ചാൽ മതി. സ്റ്റാർട്ടായി ഉണ്ടാവും തോന്നുന്നു. ലൂപ്പിംഗ് വന്നു, ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അടുത്ത ലൂപ്പിംഗ് വന്നു. ഇനിയിപ്പോൾ ഓരോ വട്ടം ലൂപ്പിംഗ് വരുമ്പോൾ പഴയ ലൂപ്പിംഗ് നമുക്ക് ഡിലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ ചാനലുള്ള ഫുൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനലിലെ മൊത്തം മെസ്സേജ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ആ ചാനലിലെ മൊത്തം മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ചാനലിലോട്ട് പറിച്ച് കാണിച്ചാൽ മതി. അതായിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ലീഡർ ബോർഡൊക്കെ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അതിലാകെ പക്ഷെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു ഇമേജ് ആണ് ജസ്റ്റ് ലൂപ്പിംഗ് ഉള്ളതിന് പകരം. പക്ഷെ അവിടെ കുറേ ലോജിക്കും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്ട്രാ. ചാനലെല്ലാം പോയി. ഓക്കെ, അപ്പൊ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെസ്സേജും ഡിലീറ്റ് ആകും അല്ലേ? ആ ലൂപ്പിംഗ് പോയി, അടുത്ത ലൂപ്പിംഗ് വരും.
ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ റേറ്റ് ലിമിറ്റ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത്രയും പെട്ടെന്ന് 5 സെക്കൻഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് ലിമിറ്റ് അടിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്കിനി വെബ് ബുക്കും കൂടെ നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഇതായി UI എലമെന്റ്സ് ആയി, സ്ലാഷ് കമന്റ് ആയി, അത്യാവശ്യം ബേസിക് സാധനങ്ങളൊക്കെ ആയി. അപ്പോൾ ഈ വെബ് ബുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സർവീസ്, ഇപ്പോൾ ഡിസ്കോഡിൽ നമ്മളൊരു സെർവർ ഉണ്ട്, ഒരു ബോട്ട് ഉണ്ട്, ഇതൊന്നും അല്ലാതെ വേറെ ഏതോ ഒരു സെർവർ ഉണ്ട്, നമ്മളൊരു വെബ് സെർവർ ആണോ അല്ലെങ്കിൽ ലൈക്ക് വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ ഡിസ്കോഡുമായിട്ട് അല്ലെങ്കിൽ ബോട്ടുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡാണത്. ഇപ്പോൾ വെബ് ബുക്ക് വെച്ചിട്ട് ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്കോഡിലോട്ടൊരു മെസ്സേജ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബോട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ നമുക്ക് എന്തുകൂടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസ്കോഡിൽ വെറുതെ മെസ്സേജസ് കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ ആൾക്കാർക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ആക്ഷൻ നടക്കുന്ന സമയത്ത് ഡിസ്കോഡിനകത്ത് മെസ്സേജ് കാണണമെങ്കിൽ അവിടെ വെബ് ബുക്ക് യൂസ് ചെയ്തൂടെ. അപ്പോൾ ഇതിലോട്ട് മെസ്സേജ് വരാൻ യൂസ് ചെയ്യുന്നതാണ് വെബ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ പോയിട്ട് ഇൻ്റഗ്രേഷനിൽ പോവാം, ക്രിയേറ്റ് വെബ് ബുക്ക് കൊടുക്കുക. അപ്പോൾ വെബ് ബുക്കിന് നമുക്ക് വേറെ പേരൊക്കെ മാറ്റാം, അല്ലെങ്കിൽ പേര് മാറ്റാം, DP മാറ്റാം. അപ്പോൾ വേറൊരാൾ അയക്കുന്ന പോലെയാണ് ആ സംഭവം വരിക. അപ്പോൾ ഹോപ്പ് സ്കോച്ച് എന്തിനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്? ഹോപ്പ് സ്കോച്ച് എടുത്തോ പറയാം. ഹോപ്പ് സ്കോച്ച് നമ്മൾ APIs ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ്, പോസ്റ്റ്മാനൊക്കെ പോലെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കോപ്പി ചെയ്ത് ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ലിങ്കിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് അയച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് കണ്ടന്റ് എന്ന് പറയുന്നതാണ് കീ ഇതിലോട്ട് അയക്കേണ്ടത്. ഓക്കെ. കണ്ടന്റ് എന്ന് പറയുന്ന കീയിൽ നമുക്ക് എന്താണോ വാല്യൂ വേണ്ടത്, അപ്പം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മളൊരു പോസ്റ്റ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ചാനലിൻ്റെ ആണോ വെബ് ലിങ്ക് എടുത്തത് അതിലോട്ട് മെസ്സേജ് വരും. ക്യാപ്റ്റൻ ഹുക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. അപ്പോൾ ഇതാണ് ബേസിക്കലി വെബ് ബുക്സ് അയക്കാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെബ് ബുക്കിൽ മെസ്സേജ് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും അയക്കാൻ പറ്റുമോ? മെസ്സേജ് മാത്രമേ അയക്കാൻ, മെസ്സേജ് മാത്രമേ, അല്ലെങ്കിൽ URL ആക്കിയിട്ട് അയക്കണം. അപ്പം ഡിസ്കോഡ് തന്നെ അവസാനം PNG എന്ന് അതിന് ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓ അങ്ങനെ ചെയ്യും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ ആ ക്യാമറൻ്റെ ആ ഫോട്ടോ തന്നെ എടുത്തു, അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഓക്കെ. സ്കോച്ചിനകത്ത് അങ്ങനെ ചെയ്യും അല്ലേ? അത് പക്ഷേ ഡിസ്കോഡ് തന്നെ നമ്മളിപ്പോൾ ലിങ്ക് ഇങ്ങനെ ഇവിടെ ചുമ്മാ ഇട്ടാലും ഡിസ്കോഡ് ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഡിസ്കോഡിന്, അതായത് ഇമേജിന് ലിങ്ക് ഇട്ടെങ്കിൽ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യൂ. അതാണ് അപ്പോൾ അവിടെ വർക്ക് ആവുന്നത്. ഇതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, വെറുതെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ വരുന്നുള്ളത്. അത് കൊള്ളാം. ഓക്കെ. അപ്പോൾ കണ്ടപ്പോൾ നമ്മുടെ മ്യൂ ബോട്ട് ഓഫ്ലൈൻ ആണ്, പക്ഷെ എന്നാൽ പോലും ഈ സംഭവം വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെബ് ബുക്ക് ത്രൂ ആണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സിനാരിയോ വരാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ വെബ് ബുക്ക് ത്രൂ ഒരു മെസ്സേജ് അയച്ചല്ലെങ്കിൽ ഒരു വേറെ സെർവറിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടിന് അതിൻ്റെ ഒരു ട്രിഗർ കിട്ടണമെങ്കിൽ ചെയ്യാവുന്ന ഒരു വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെർവറിൽ നമ്മൾ വെബ് ബുക്ക് അയക്കുക. വെബ് ബുക്കിനായിട്ട് നമ്മൾക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കും ആക്സസ് ഇല്ലാത്തൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തോടെ വെറുതെ ഇടും, അഡ്മിനുള്ളിൽ ചാനലായിട്ട്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ വെബ് ബുക്സ് വരും. ആ വെബ് ബുക്സിൽ നിന്ന് മെസ്സേജിൽ നിന്ന് നമ്മൾ പാർസ് ചെയ്തിട്ട് നമ്മുടെ റെസ്പെക്റ്റീവ് സിൻടാക്സ് വെച്ച് പാർസ് ചെയ്തെടുത്തിട്ട് ബോട്ടിൽ എന്ത് ചെയ്യുക, ഓൺ മെസ്സേജ് ഇവൻറ്റിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വേ ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന ഒരു വേ ആണ്. അപ്പോൾ വെബ് ബുക്കിംഗ് ബേസിക്കലി ഇത്ര പോലെ, അതായത് നമ്മൾ വേറൊരു യൂസർ നെയിം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വരും. മ്യൂബോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഇതിന്റെ പേര് മ്യൂബോട്ട് എന്നായിരിക്കും. അപ്പോൾ ഈ മ്യൂബോട്ട് അല്ലല്ലോ ഈ ബോട്ട് ഈ സെർവറിൽ ഇല്ലെങ്കിലും നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെറുതെ ആ പേര് അവിടെ വരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ ഷഹീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനല്ല അയക്കുന്നുണ്ടാവുക, ആ വെബ് ബുക്കിൻ്റെ ഇതിൻ്റെ പേര് ഷഹീൻ എന്ന് വരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇങ്ങനെ ഇല്ലല്ലോ, ഇല്ല. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്.
ഇനി അടുത്തത് നമുക്കപ്പോൾ ഡാറ്റാബേസ് ആയിട്ട് എങ്ങനെ ഇന്റഗ്രേഷൻ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം അല്ലേ അടുത്ത വീഡിയോയിൽ. വീഡിയോയിൽ അപ്പോൾ ബൈ ബൈ.